ഇത് എന്തുവായി തിളച്ച് മറിയാനെന്ന് നിങ്ങൾക്ക് അറിയണ്ടായോ? നമുക്ക് നോക്കാം ബാ. ആണ് നമ്മുടെ തെരണ്ടി മീൻ, ഉണക്കത്തെരണ്ടിയാണേ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ഞാൻ ഇത് കുറേ നേരം ഉപ്പിലിട്ട് വെച്ചേക്കാം, നല്ല ഉപ്പുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഉപ്പിലിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഉപ്പ് പോകാൻ, സോറി, ഉപ്പിലിട്ട് വെച്ചേക്കുമല്ല. ഈ മീനിൻ്റെ ദൈവമേ എന്തൊക്കെയാണോ ഞാൻ പറയുന്നത്, ഈ മീനിൻ്റെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കുക. അപ്പോൾ ഈ പിന്നെ എന്തുവാ, ഇത് ഞാൻ കൂട്ടാൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്, അല്ലാതെ ഞാൻ വറക്കുമല്ല ഗൈസ്, അത് വെറൈറ്റി ആട്ടെ, ഞാനത് കാണിക്കാമേ. പിന്നെ നമുക്കിന് തക്കാളി വേണം, തക്കാളി ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണം, പിന്നെ ഇതേണ്ട കത്രിക്കയില്ലയോ ബ്രിഞ്ചാൽ, അത് പിന്നെ 2-3 കൊച്ചുള്ളി, ആവശ്യത്തിന് പച്ചമുളക് എടുക്കണം, നല്ല എരി വേണം കേട്ടോ, പിന്നെ കുറച്ച് ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ വേണം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാമേ. അങ്ങനെ നമ്മൾ പച്ചക്കറികളെല്ലാം വേണ്ട ഈ ഒരു പരുവത്തിൽ നീളത്തെ അരിഞ്ഞു വെച്ചു. പിന്നെ അതേണ്ട മീനെല്ലാം നമ്മളത് മുറിച്ചെടുത്തു. പിന്നെ അതിന് ആവശ്യത്തിന് തേങ്ങ വേണേ, ഇത്രയും തേങ്ങ എടുത്തു. പിന്നെ വേണം നമ്മുടെ സ്വന്തം കറിവേപ്പില, കുറേയേറെ കറിവേപ്പില വേണം, കറിവേപ്പില. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തു. ചട്ടിക്കകത്താണ് ഇത് വെക്കേണ്ടത്. ചട്ടി നന്നാണ് ചൂടാണ്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കണേ. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ടൊരു പൊട്ടി വന്ന ശേഷം നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട, എല്ലാം അങ്ങോട്ട് ഒന്നിച്ചിട്ട് എടുത്ത് നമ്മുടെ സ്വന്തം കറിവേപ്പില, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നിന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. അതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇടണം. നമ്മൾ ഓൾറെഡി കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്, അതായത് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇടണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റും, നല്ല ടേസ്റ്റ് ആകുമേ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണേ. അതിനുശേഷം നമുക്കത് തുറന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നമ്മളിതിന് ഇപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഉപ്പിട്ട് കൊടുക്കരുത്, കാരണം ഓൾറെഡി ആ മീനിന് നല്ല ഉപ്പുണ്ട്. അപ്പോൾ ആ മീനിൻ്റെ ഉപ്പ് നമ്മുടെ ഈ കറിക്കകത്തോട്ട് ഇറങ്ങും. അതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ, അല്ല ഉപ്പിട്ടൊന്നും കൊടുക്കല്ലേ. എന്നിട്ട് നമുക്ക് അത് നല്ല വറ്റി വന്ന ഉടനെ നമ്മുടെ ഈ മീനെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതെല്ലാം ഇട്ടില്ല കേട്ടോ, കുറച്ച് മീൻ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ്, എന്തൊക്കെയാണോ ഞാൻ പറയുന്നത്. അതിനുശേഷം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ മീനും കൂടെ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കണം. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഈ വെള്ളം അങ്ങോട്ട് കുറുകുവേ. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടെ തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്നും കൂടെ യോജിച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ച് വെച്ചില്ലയോ, അരയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, അത് വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു എത്രയാണോ വെള്ളം വേണ്ട ആ ഒരു പരുവാകും. പിന്നെ ഇപ്പോൾ ഈ പരുവത്തിന് നമ്മളൊന്ന് ഉപ്പ് നോക്കണം. എന്നിട്ട് ഉപ്പില്ലെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കാവേ. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പിച്ചിരി കുറവ് പോലെ തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് നമ്മുടെ സ്വന്തം കറിവേപ്പിലയിൽ കുറേ കറിവേപ്പിലയും കൂടെ അങ്ങിട്ട് കൊടുത്തു. കറിവേപ്പിലയൊക്കെ ഇഷ്ടം പോലെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ അടിപൊളിയാകും കേട്ടോ. തിളച്ച് മറിയുന്ന കണ്ടോ ഗൈസ്, അടിപൊളിയാണ്. നിങ്ങളെല്ലാം ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. അങ്ങനെ നല്ല പാകത്തിന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി വേണം, മീനോട്ടിൽ ചാറ് വേണം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ എൻ്റെ സാറേ, ഇതും കൂട്ടി നമുക്കിന്നൊരു പിടി പിടിക്കണം. കായും എടുത്ത് കാണിച്ചു. അടിപൊളി. ഞാനത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് എടുത്തുകൊണ്ട് വന്ന് ഇരുന്ന് കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ പ്ലീസ്. അങ്ങനെ ഞാൻ നന്നായിട്ടിരുന്നു. അതിൻ്റെ അകത്ത് കായും തക്കാളിയും ആ വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചാല, പിന്നെ അല്ല ഗ്രീൻ കളറല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്ബാക്കണം. എന്നാൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.